ഹായ് ഗായ്സ്, ഇനി നമ്മുടെ അടുത്ത കല്യാണപ്പെണ്ണ്. അപ്പൊ ഇനി മേഘ ചേച്ചിയുടെ കല്യാണമായിട്ട് അല്ല, നിശ്ചയത്തിന് വേണ്ടി നമ്മൾ ഡ്രസ് എടുക്കാൻ വന്നേക്കുകയാണ്. ഞങ്ങൾ ധാവണി എടുക്കാൻ പോകുന്നതാണ്. ഞാൻ മൂത്തത് അതെ, കുറച്ച് മൂത്തുപോയി. അമലേട്ടൻ വണ്ടി ഒതുക്കാൻ പോയേക്കണേ. ഒതുക്കാൻ ചിറ്റയ്ക്ക് ഡ്രസ് എടുക്കാവുന്നതാണ്. ചിറ്റയ്ക്ക് അപ്പൊ നമ്മൾ കണ്ട പോലെ ഷീമാട്ടിയിലാണ് ആദ്യം കയറിയിരിക്കണേ കേട്ടാ. ഒരു എൻഗേജ്മെൻറ്റ് ഡ്രസ്സാകുമ്പോൾ കുറേ നമ്മളിങ്ങനെ കണ്ടു വെച്ച് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷീമാട്ടിയിൽ വന്നു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണം, ഇന്ന കളർ വേണം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കണ്ടത് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് എടുക്കും, അത്രേ ഉള്ളൂ. എന്നേക്കാൾ കൂടുതൽ താല്പര്യം ഉണ്ടായത് ഈ രണ്ടുപേർക്കായിരുന്നേ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ. ഇഷ്ടപ്പെട്ട് നല്ലല്ലേ, നമുക്ക് എടുക്കാമല്ലോ. പക്ഷെ അത് പറയാൻ വന്ന സമയം കൊണ്ട് ഞങ്ങളൊരു ട്രയൽ നോക്കി, ഒരു വയലറ്റ് കളറ്. അപ്പം ഒരു ഗോൾഡ് വേണമെന്ന് മാത്രമായിരുന്നു നമുക്കുണ്ടായൊരു കാര്യം. അതായത് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് വേണം രണ്ടുപേർക്കും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ വയലറ്റ് കളറ് കണ്ടൊരു വയലറ്റ് കളർ നമ്മളെടുത്തു. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഗോൾഡ് വർക്കാണ്. സ്കേർട്ടിൽ ഫുൾ നിറയെ വർക്കുണ്ട്, ബ്ലൗസിലും ഇതേപോലെ ഡോട്ട്സ് വർക്ക് വരുന്നുണ്ട്, ഷോളിലും വർക്ക് വരുന്നുണ്ട്. നിറയെ ഇങ്ങനെ വർക്ക് വന്നപ്പോഴൊരു സുഖം തോന്നിയില്ല കണ്ടിട്ട്. പിന്നെ വയലറ്റ് കളറായതുകൊണ്ട് നമ്മുടെ ഫേസ് കുറച്ച് ഡള്ളാക്കിയ പോലെ എനിക്കും തോന്നി. ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആ ഒരു 1 ഡേ പ്രോഗ്രാമിന് വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യാൻ എൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിച്ചില്ല. അത് കാരണം അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിനി പിന്നെ അടുത്ത ഷോപ്പിലേക്കല്ല, ഷോപ്പ് ഒന്ന് കയറി ഇറങ്ങണമല്ലോ, അതാണല്ലോ എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി എല്ലാവരും. വെല്ലുമിച്ചി ഒരു സാരി എടുത്തു. ഇതാണ് എടുക്കണേന്ന് നോക്കണ്ട. എല്ലാരും നോക്കിയിട്ട് കൂടാൻ. അതെ, എല്ലാ പിന്നെ എന്താ കഴിക്കേണ്ടത്? ബിരിയാണി. എന്താ കഴിക്കണ ഉച്ചക്ക്? ചോറ് അപ്പൊ ഇടിയപ്പം ഞാൻ ഒരു 11 മണിക്കാണ് ഞങ്ങൾ ഷീമാട്ടിയിലേക്ക് കയറിയത്. 2 മണിയായപ്പോഴാണ് നമ്മൾ ഷീമാട്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം തന്നെ ആയല്ലോ വിശപ്പ്. അപ്പോൾ പിന്നെ ഊണ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എറണാകുളത്തുള്ള ഏതാടാ സ്ട്രീറ്റ് മെനുവിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ജയലക്ഷ്മിയിൽ കയറിയിട്ടോ. ജയലക്ഷ്മിയിലാണ് പിന്നെ പോയത്. ഇവിടെ ഉണ്ട് വെല്ലുമിച്ചി, അവിടെയാണെന്ന് വെല്ലുമിച്ചി. അങ്ങനെ ഇതാണ് കേട്ടോ ജയലക്ഷ്മിയിൽ വെച്ച് നമ്മൾ ആദ്യം ട്രൈ ചെയ്തത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡ് ഒട്ടും ഇഷ്ടമില്ല. ഡബിൾ ഷെയ്ഡും വേണ്ടായിരുന്നു, ഈ ഒരു പാറ്റേണും എനിക്ക് വേണ്ടായിരുന്നു. ഇതിപ്പോൾ നെറ്റിൻ്റെ ഷോളൊക്കെയാണ് വരണേ. അപ്പോൾ എനിക്ക് അതൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ സ്കേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും ഷെടാന്നായിപ്പോയി. കാരണം എനിക്ക് ആ ബ്ലൗസിൻ്റെ ക്ലോത്തും വർക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബീഡ് വർക്ക് വന്നേക്കണ്. അപ്പോൾ അതൊട്ടും അങ്ങനെ സെറ്റാവാത്ത പോലെ, മാച്ച് ആവാത്ത പോലെ. സ്കേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, ടോപ്പ് എന്തോ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. നിനക്ക് എനിക്ക്
നല്ലതാണെല്ലാം. നേവി ബ്ലൂ നമുക്ക് ഡ്രസ് എടുക്കണേ. മേഘക്ക് എടുക്കാൻ വന്നല്ലേ നീ? പച്ച കളറ് സ്നേഹയ്ക്ക് മേടിച്ചത്. ഞാൻ ആ 10 സെറ്റ് നന്നായല്ല, അതും ഉണ്ടാവില്ല. അതെത്ര നന്നായി. അല്ല 90 രൂപയ്ക്ക് എടുത്തോ. അങ്ങനെ കുക്കുവിന്റെ ഡ്രസ് റെഡിയായി ഗായ്സ്. രായി ചേച്ചിക്കും കിട്ടി, കിട്ടി, കുക്കൂര് കിട്ടി. സാരി വല്ലോണ്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, ഞങ്ങൾ പാപ്പര. മമ്മി അടുത്ത കടയിലോട്ട് അടുത്ത എടുത്തില്ല. 2 സാരി എടുത്ത് സാരി നോക്കണം. വേഗ അയ്യോ, നാട്ടിക്ക് മാത്രം കിട്ടിയില്ല, കുക്കു വെല്ലുമിച്ചിക്കും കിട്ടി ഒരെണ്ണം. സാമ്പിൾ വെറുതെ. ഞങ്ങൾ അടുത്ത കടയിലോട്ട് വന്നിരിക്കുന്നു. അഭിനയിക്കണ്ട, ക്യാമറ കാണുമ്പോ അഭിനയിക്കരുത്. ഞാൻ അവിടെ ഡ്രസ്സ് ഇടണതിൻ്റെ ഗ്യാപ്പിൽ ആള് പോയി വേറെ ഡ്രസ്സ് ഇട്ട് നോക്കണേണ്. ഓൾറെഡി ഒരു ഡ്രസ്സ് മേടിച്ചിട്ടോ, എന്നിട്ടും അങ്ങനെ ഏകദേശം ഇത് ഫിക്സ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നിട്ട് എല്ലാവർക്കും. കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് ഹെവി വർക്കും അന്ന് നമ്മുടെ ബഡ്ജറ്റിനോട് ചേർന്നതുമായിട്ടുള്ള സാധനം കണ്ടിട്ട് അന്ന് ഇത് മേടിക്കുക എന്നുള്ള പ്ലാൻ വന്നു. പിന്നീട് എല്ലാവരും കൂടി പറഞ്ഞു കുറച്ച് ബ്രൈറ്റായിട്ടിരിക്കണ്ടേ, ഒരു ബ്രൈഡല്ലേ, ബ്രൈറ്റായിട്ടിരിക്കണ്ടേ എന്ന് ഓർത്തിട്ട് നമ്മൾ അത് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തേ. ഞങ്ങൾ പോത്തീസിൽ വന്നിട്ട് കുറേ നേരം ആയല്ലോ, അപ്പം 6 മണിയായി ഏകദേശം. അപ്പം കേസരിക്ക് വേണ്ടി ഇതേ വർഷ വെയിറ്റ് ചെയ്യണേണ്. ഇത് നോക്കിയ ഒരാവശ്യവും ഇല്ല, എന്നാലും ഇവിടെ വെറുതെ ചുറ്റും കൂടി നിക്കണേണ്. എന്തിന്? കേസരി കഴിക്കാൻ. ഇവിടെ എന്തുണ്ടായിട്ടാണ് നിക്കണത് നിങ്ങളെ? എല്ലാവർക്കും കേസരി ലഭിച്ചു. ഡ്രസ്സൊന്നും എടുത്തില്ല, റിസ്ക് ചോദിച്ച് മേടിച്ച് വാങ്ങിച്ചു ഉപയോഗിച്ചു. ഞങ്ങള് പോത്തീസിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അടുത്തതൊരു ഡ്രസ്സ് ഷീമാട്ടിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചില്ലെങ്കിൽ നമ്മളിപ്പോ കണ്ട ഡ്രസ്സ് തന്നെ മേടിക്കും. അതെ, എന്തായി മേഘ? വാട്ട്സ് യുവർ പ്ലാൻ? ഒന്നും ആയിട്ടില്ല. നോ മോർ പ്ലാൻസ് യെറ്റ്.
വന്ന് സമയം 8 അപ്പോൾ എല്ലാവരും കൂടി ആഞ്ഞ് ശ്രമിച്ച് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവള് പോയി ഡ്രസ്സ് ഏതാണ്ട് സെറ്റാക്കി തന്ന് വർഷ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ഞങ്ങൾക്ക് പക്ഷെ പിന്നെ നിൽക്കണമായിരുന്നല്ലോ, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായി. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പിന്നെയും ഒരു 15 മിനിറ്റ് ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. അവിടെ നിന്ന് ഒരു വലിയ ബില്ലും നമുക്ക് ദുപ്പട്ടയെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, അതിൽ വന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ. കാരണം കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അപ്പോൾ അത് അവർ അവിടെ നിന്ന് ചെയ്തു തരും. എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് വെറുതെ ക്ഷീണിച്ചത് മാത്രല്ല, ഇവർ ലൈറ്റ് ഓഫ് ആക്കി അത് ഇറക്കി വിട്ടു നമ്മളെ. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് കണ്ടില്ലല്ലോ, ഡ്രസ്സ് നമുക്ക് എൻഗേജ്മെൻറ്റ് വ്ളോഗിലൂടെ കാണിക്കാം കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വ്ളോഗിലൂടെ പറയാം. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വന്നിറങ്ങി, ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. അപ്പോൾ ഇതോടുകൂടി ഈ വ്ളോഗ് തീരുന്നു. ടാറ്റ ബൈ ബൈ, സീ യു.